ഇതാ ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവ് ജീവിക്കുന്നവനായി എഴുന്നള്ളിയിരിക്കുന്ന നിമിഷങ്ങളാണ്. സ്വർഗത്തിൻ്റെ കാരുണ്യം ലോകത്തിൻ്റെ മേൽ വെളിപ്പെട്ട മണിക്കൂറാണത്. ദൈവം ലോകത്തോട് കരുണ കാണിച്ച സമയം. ഈ കാരുണ്യത്തിലേക്ക്, ഈ സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെയും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ഉയർത്തി ഈ നിമിഷം പ്രാർത്ഥിക്കാം. എന്തെല്ലാം പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവിലാണ് നമ്മൾ കടന്നു പോകുന്നത് നമുക്കറിയാം. ഋഷി ആരാധനയിൽ പങ്കുചേരുമ്പോഴും മനസ്സ് അസ്വസ്ഥമായിരിക്കാം, ഹൃദയം വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാകാം. നാളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മക്കളെ ഓർത്തും ദാമ്പത്യ ജീവിതത്തെ ഓർത്തും വരുമാന മാർഗങ്ങളെയൊക്കെ ഓർത്തുള്ള വല്ലാത്ത ആശങ്കകളും അസ്വസ്ഥതകളും ഒരുപക്ഷെ വേട്ടയാടുന്നുണ്ടാകാം. കർത്താവേ, ലോകമെമ്പാടും ഇരുന്ന് കാരിസ്മോനോട് ചേർന്ന് നിന്റെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളെ നീ കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ, ഞങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രശ്നത്തിനും നിനക്ക് ഒരു പരിഹാര മാർഗം നിശ്ചയിച്ചു തരാൻ പറ്റുമല്ലോ. ഈശോ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ മേൽ നിനക്കെന്നും കരുതലുണ്ടെന്ന് വചനത്തിൽ നീ പറഞ്ഞിട്ടുണ്ടല്ലോ. നീ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം കണക്ക് കൂട്ടുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോയെ, അതുകൊണ്ടാണല്ലോ മാനുഷികമായ ഞങ്ങളുടെ കണക്ക് കൂട്ടലുകൾ പരാജയപ്പെടുമ്പോഴും തകർന്നു പോകുമ്പോഴെല്ലാം കർത്താവേ, നിന്നോട് ചേർന്ന് കണക്ക് കൂട്ടാൻ ഞങ്ങൾ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവം ഉണ്ടാകും. കാരണം ദൈവത്തെ സ്നേഹിക്കുന്ന, ഈശോയോട് കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ സംഭവിക്കുന്നുണ്ട്. നമ്മൾ നമ്മളെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ചൊരു കണക്ക് കൂട്ടലുണ്ടാകാം. അവർക്ക് അവരുടെ നാളുകളെക്കുറിച്ച് അവരുടേതായ ആലോചനകളും പദ്ധതികളും തീരുമാനങ്ങളും ഉണ്ടാകും. പക്ഷെ അവരെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട്, സ്നേഹത്തിൽ നിങ്ങൾക്ക് അവരോടൊരു കണക്ഷൻ ഉള്ളത് കൊണ്ട് അവരവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ തന്നെ നിങ്ങളും അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ നാളെയെക്കുറിച്ചും ചിന്തിക്കുകയും ആകുലപ്പെടുകയും അസ്വസ്ഥപ്പെടുകയും അതേക്കുറിച്ച് നിങ്ങൾ ആലോചന എടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോയുടെ സ്നേഹത്തിൽ കണക്റ്റഡ് ആയിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നാളെയെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മക്കളെക്കുറിച്ചും വരുമാന മാർഗങ്ങളെക്കുറിച്ചൊക്കെ എത്ര കണ്ട് ആകുലപ്പെടുന്നുവോ, എത്ര കണ്ട് അസ്വസ്ഥപ്പെടുന്നുവോ, എത്ര കണ്ട് ഭാരപ്പെടുന്നുവോ, അതിനേക്കാൾ ഉപരിയായി സ്നേഹത്തിൽ ഈശോയോട് ബന്ധപ്പെട്ടിരിക്കുന്ന നമ്മെ പ്രതി സ്വർഗം കരുതുന്നുണ്ട്, കണക്ക് കൂട്ടുന്നുണ്ട്. സ്വർഗം നമുക്ക് വേണ്ടി കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകൾ പരാജയപ്പെട്ടാലും ആ സ്നേഹത്തിൽ ഐക്യപ്പെട്ട് നിന്നാൽ കർത്താവിൻ്റെ കണക്ക് കൂട്ടലുകളിലേക്ക് നമ്മുടെ ജീവിതം ഉയർത്തപ്പെടും, മാറ്റപ്പെടും. അത്രയും വിശ്വസിച്ചാൽ മതി. ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ സ്നേഹത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുക. ഈ സ്നേഹത്തോട് ഐക്യപ്പെട്ട് ആ ഒരു കണക്ഷൻ നിലനിൽക്കുമ്പോഴാണ്, സ്നേഹത്തിന്റെ ബന്ധം നിലനിൽക്കുന്നിടത്താണ് ആ സ്നേഹിക്കുന്നവരുടെ നന്മ ആഗ്രഹിക്കുകയും അവരെ കരുതുകയും അവരുടെ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധയുണ്ടാവുകയും ചെയ്യുക. ദൈവത്തിന് നമ്മെക്കുറിച്ച് ശ്രദ്ധയുണ്ട് എന്നാ വചനം പറഞ്ഞേ. കർത്താവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനാണെന്നാണ് വചനം പറയുന്നത്. ആ ശ്രദ്ധയുള്ളവര് നിരന്തരമായി നമ്മുടെ കാര്യത്തിൽ അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. സ്നേഹത്തിൽ ഒരു ബന്ധം നമുക്കുണ്ട്. നമ്മളത് വിച്ഛേദിച്ച് കളയാത്തിടത്തോളം കാലം. ഈശോയോട് പറ, ഈശോയെ, ഞാൻ അനുഭവിക്കുന്ന അവസ്ഥ എന്താണെന്ന് നിനക്കറിയാം. ഞാൻ കടന്നു പോകുന്ന അവസ്ഥകള് സ്നേഹത്തിൽ ഞാൻ നിന്നോട് ഒട്ടി നിൽക്കുന്നതുകൊണ്ട് നിനക്കും അറിയാം. കർത്താവേ, എൻ്റെ ആലോചനകൾ, എൻ്റെ ബുദ്ധി, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ അടഞ്ഞുപോയി.
ഞാൻ ആഗ്രഹിച്ചതുപോലെയൊന്നും അല്ല എൻ്റെ ജീവിതത്തിൽ കുടുംബത്തിൽ സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. എനിക്കറിയില്ല എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പോലും. പല പ്രശ്നങ്ങൾക്കും എനിക്ക് ഉത്തരം പോലും കിട്ടുന്നില്ല. പല പ്രശ്നങ്ങളുടെ നടുവിൽ വല്ലാതെ അസ്വസ്ഥപ്പെടുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നിടത്ത് തമ്പുരാനോട് ചേർന്ന് തന്നെ ഇരുന്നുകൊള്ളുക. ദൈവം നിനക്ക് വേണ്ടി കണക്കുകൂട്ടിയ വഴികൾ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടാൻ തുടങ്ങും, തുറന്നു കിട്ടാൻ തുടങ്ങും. ആ വിശ്വാസത്തോടൊന്ന് പ്രാർത്ഥിച്ച ഈ നിമിഷങ്ങളിൽ, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കേ. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത രീതിയിൽ ദൈവമേ, നീ നിന്റെ സ്നേഹത്തിൽ ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ ഒരു വഴി തുറന്നു തരാൻ പറ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 നാം അതിലെ വായിക്കുന്നേ. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ കർത്താവ് ജീവിതത്തിൽ ചെയ്യുന്ന പറയുന്നത്. നിനക്ക് ചിന്തിക്കാൻ പോലും, നിന്റെ വിദൂര ഭാവിയിൽ നിനക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾ ദൈവം നിന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുമെന്നാ പറയുന്നത്. നിങ്ങളല്ലേ, എന്റെ മനസ്സിൽ പോലും ഇല്ലാത്ത വഴിക്കാണ്, ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത രീതിയിലാണ് ദൈവം എന്റെ ജീവിതത്തിൽ ഇടപെട്ടതെന്ന്. അങ്ങനെ ഇടപെടാൻ ദൈവത്തിന് പറ്റും. ആ വിശ്വാസത്തോടെ കരങ്ങൾ രണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഉള്ളുകൊണ്ട് പ്രാർത്ഥിക്കാം, ദൈവമേ കരുണ കാണിക്കണമേ. ഞങ്ങളുടെ മേൽ മാത്രമല്ല, ലോകം മുഴുവൻ ഇരുന്ന് അനേകം മക്കള് ഇതാ ഈ ആരാധനയോട് ചേർന്ന് ദൈവമേ നിന്റെ കരുണയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. തകർന്ന കുടുംബ ബന്ധങ്ങളുടെ നടുവിൽ നിന്ന് ദൈവമേ എന്ന് വിളിക്കുന്നവരുണ്ട്. ഒരു വിധത്തിലും കൂട്ടിച്ചേർക്കപ്പെടാത്ത രീതിയിൽ തകർന്നുപോയ, ഭിന്നിച്ചുപോയ കുടുംബങ്ങള് ഒരുപക്ഷെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ടാവും. ദൈവമേ, നീ ഒരു അത്ഭുതം ചെയ്യണമേ. അടച്ചുവീട്ടാൻ പറ്റാത്ത രീതിയിലുള്ള കടബാധ്യതയുടെ നടുവിൽ നിന്ന് നട്ടം തിരിയുന്ന മക്കള്, ദൈവമേ നീ ഒരു വഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടാകും. വിറ്റു പറക്കാനുള്ളതെല്ലാം പറക്കി, ഇതൊന്നുമില്ല, എന്നാലും ഭീമമായ കടബാധ്യതയുടെ നടുവിൽ നിന്ന് അസ്വസ്ഥപ്പെടുന്നവരുണ്ടാകാം. ദൈവമേ, നിനക്ക് മാത്രമേ ഇനി വഴി തുറന്നു കൊടുക്കാൻ പറ്റൂ. ഒരുപക്ഷെ പാപത്തിന്റെയും ദുശീലങ്ങളുടെ അടിമത്തത്തിലും ബന്ധനത്തിലും വർഷങ്ങളും നാളുകളായി കഴിയുന്ന കുടുംബാംഗങ്ങളെ ഓർത്ത് നാളുകളുടെ കണ്ണുനീരിന് ഫലമില്ലാതായല്ലോ എന്ന് ഓർത്ത് ആകുലപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് പ്രാർത്ഥിക്കുന്ന മക്കളുണ്ടോ? വിശ്വസിക്ക്, ദൈവത്തിന്റെ കരുണയ്ക്ക് അത്ഭുതം ചെയ്യാൻ പറ്റും. കർത്താവേ, ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ നീ കാണണമേ. ഒരാളെ പോലും തവരാനെ നീ വെറും കൈയോടെ പറഞ്ഞയക്കരുത്. ഈശോയെ, ഈശോയെ, വലിയ സങ്കടത്തോടും വേദനയോടൊക്കെയാണ് നിന്നെ വിളിക്കുന്നത്. കരയാൻ ഇനി കണ്ണുനീര് അവിശേഷിച്ചിട്ടില്ലാത്ത മക്കൾ ഇതിനകത്തുണ്ട്. പല രാത്രികളും പകലാക്കി നിന്റെ മുമ്പിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ദൈവമേ, എല്ലാം നഷ്ടപ്പെട്ടു പോയതിന്റെ വേദന പേറുന്ന മക്കളുണ്ട്. ജീവിതത്തിൽ ഇനി ഒന്നും പ്രതീക്ഷിക്കാനോ പ്രത്യാശിക്കാനോ അല്ലാത്ത രീതിയിൽ ഭാവി ജീവിതം ഇരുളടഞ്ഞു പോയ മക്കൾ ഇതിനകത്തുണ്ട്. പക്ഷെ നിനക്ക് വഴി തുറന്നു കൊടുക്കാൻ പറ്റും. നിനക്ക് പ്രത്യാശയുടെ കിരണം ഈ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് നൽകാൻ പറ്റും. അതിനായിട്ട് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടും വരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ജീവിക്കുന്ന കർത്താവിനെ നമ്മുടെ നിയോഗങ്ങളെ ദൈവസനത്തിലേക്ക് ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കർത്താവേ, നീ കരുണ കാണിക്കണമേ. ഈശോയെ, കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ. സ്വാർത്ഥതയുടെ ബന്ധനത്തിൽ കഴിയുന്ന മക്കൾക്ക് വിടുതൽ നൽകണമേ. ദൈവസ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ അഹങ്കാരത്തിന്റെ ബന്ധനത്തിൽ കഴിയുന്നവരെ, അശുദ്ധിയുടെ കെട്ടുകളിൽ കഴിയുന്നവരെ കർത്താവെ നീ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കരുണ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ അനുദപിക്കാത്ത പാപത്തിന്റെ കെട്ടുകളിൽ കഴിയുന്ന മക്കളെ വിടുവിക്കണമേ. ഈശോയെ, കരുണ കാണിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, യേശുവേ ആരാധന, ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന ആരാധന ആരാധന. ആരാധനയിൻ നായകനേ ഈശോയേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. കരങ്ങൾ കൂപ്പി പാടി പ്രാർത്ഥിക്കാം. അഭിഷേകത്തെ തരുന്നവനേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ആരാധനയിൻ നായകനേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. അഭിഷേകത്തെ തരുന്നവനേ അങ്ങേ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ ആമേൻ. ഹല്ലേലൂയാ ആമേൻ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി നിന്നോ. നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ അനുവദിക്കുന്നത് പോലെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കൂപ്പുകരങ്ങളോടെ കർത്താവിൻ്റെ വലിയ കാരുണ്യത്തിന് നന്ദി പറഞ്ഞ് നമ്മളെല്ലാ പ്രത്യേക നിയോഗങ്ങളെയും ഈശോയിലെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മളാർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നുവോ അവരെ കർത്താവിൻ്റെ കാരുണ്യത്തിലേക്ക് ഉയർത്തി താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എന്നുമെന്നും അങ്ങേക്കാരാധന.